സിക്സ്ത് ക്വസ്റ്റ്യനിൽ ഒരു യൂണിറ്റ് ഡിസ്ക് കോൺട്രാക്റ്റിബിൾ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെ, കോൺട്രാക്റ്റിബിൾ ആണ്. കോൺട്രാക്റ്റിബിൾ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ നമുക്കതിനെ കോൺട്രാക്ട് ചെയ്യാൻ പറ്റണം അല്ലേ, ആ സ്പേസിനെ. അങ്ങനെ നമുക്ക് ഈ യൂണിറ്റ് ഡിസ്കിനെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു സിംഗിൾ പോയിന്റിലേക്ക് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. എന്താണ് ഇക്വേഷൻ? h(x1, x2, t) = 1 - t of x1 1 - t of x2. x1ൻ്റെ x2ൻ്റെ കൂടെ 1 - t മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സിംഗിൾ പോയിന്റിലേക്ക് നമ്മുടെ ഡിസ്ക് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്കിതിൽ x0 എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനായിട്ട് എടുത്തിട്ടുള്ളത്. എൻ്റെ x0 എന്നറിയോ? നമ്മൾ കോൺട്രാക്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. h എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ഷൻ ഓഫ് സ്പേസ് ആണ്. x ക്രോസ് i എന്ന് എക്സിലേക്കാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ h(x0) x ആയിരിക്കണം, h(x1) x0 ആയിരിക്കണം. ഈ x0നെയാണ് നമ്മൾ എന്തായത് ഇവിടെ ഇനീഷ്യൽ പോയിന്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ x0 എന്ന് പറയുന്നത് ഒറിജിനായിട്ടും h(x1, x2, t)നെ 1 - t x1 1 - t x2 ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിറ്റ് ഡിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിംഗിൾ പോയിന്റിലേക്ക് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ യൂണിറ്റ് ഡിസ്ക് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിബിൾ ആണ്.